ഹായ് വ്യൂവേഴ്സ്, ഇത് kmealachola. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ ക്ലാസ്സിൽ സർക്കിളും ആർക്കും കവർ ചെയ്യണമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നിൽ കൂടുതൽ കമാൻഡുകൾ പഠിക്കുന്നതിന് പകരം ഒരു കമാൻഡ് തന്നെ വ്യക്തമായി പഠിച്ചതിന് ശേഷം അടുത്ത കമാൻഡിലേക്ക് പോവുക എന്നുള്ളതാണ്. ഒന്നാമതായി എനിക്ക് ഓരോ വീഡിയോവും 15 മിനിറ്റിൽ ഒതുക്കണമെന്നുണ്ട്. ഈ 15 മിനിറ്റിനുള്ളിൽ അഥവാ മറ്റൊരു കമാൻഡ് കൂടി ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു കമാൻഡ് മാത്രമേ ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കൂടുതൽ വ്യക്തമായി അതിന്റെ സബ് കമാൻഡ് കൂടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ചില കമാൻഡുകൾ പഠിപ്പിച്ചുകൊണ്ടും മുന്നേറുക എന്നുള്ളതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല എന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും മറ്റൊരു ക്ലാസ് വെക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഹോം ടാബിൽ റിബണിൽ സർക്കിൾ എന്ന കമാൻഡ് നോക്കുക. ഇതിന് താഴെ ഒരു ഡൗൺ ആരോ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിൽ 6 ഓപ്ഷൻസ് കാണുന്നുണ്ട്. സെന്റർ റേഡിയസ്, സെന്റർ ഡയമീറ്റർ, 2 പോയിന്റ്, 3 പോയിന്റ്, ടാൻ റേഡിയസ്, ടാൻ. സെന്ററും റേഡിയസും കൊടുത്തുകൊണ്ട് സർക്കിൾ വരക്കുന്ന രീതിയാണ് ആദ്യത്തേത്. സെന്റർ ഡയമീറ്റർ നമുക്കറിയാം. സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡയമീറ്റർ കൊടുത്തുകൊണ്ട് വരക്കുന്നതിന് ആണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേത് 2 പോയിന്റ് ആണ്. ഏതെങ്കിലും 2 പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വരക്കുന്നതിന്. നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയാൽ കാണാം എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് എന്നുള്ളത്. കണ്ടില്ലേ? ടാൻജന്റ്. ഇത് 2 പോയിന്റ്, 3 സർക്കിൾ ഒന്നിച്ച് വരഞ്ഞ് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയുമ്പോൾ ആ 2 പോയിന്റിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരക്കുന്നതിന് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് 3 പോയിന്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ 2 ടാൻജന്റും ഒരു റേഡിയസും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വരക്കുക എന്നുള്ളത്. 2 ലൈനുകൾ അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. അതിനുള്ളിൽ നമുക്കൊരു സർക്കിൾ വരക്കണം. അപ്പോൾ ആ 2 സർക്കിളെയും ടാൻജന്റ് പോയിന്റുകൾ പിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഒതുങ്ങുന്ന സർക്കിൾ വരക്കുന്നത്. അതിനെല്ലാം സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ടാൻജന്റ്. അതെങ്ങനെയാണ്, അങ്ങനത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. 3 ടാൻജന്റ് പോയിന്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് അതിൽ ഒതുങ്ങുന്ന ഒരു സർക്കിൾ. ഇനി നമുക്ക് സെന്റർ ആൻഡ് റേഡിയസ് എന്ന ഐക്കോൺ പിക്ക് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരഞ്ഞു നോക്കാം. ഞാൻ സെന്റർ ആൻഡ് റേഡിയസ് എടുത്തു. സർക്കിൾ എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ അതിന്റെ ഓപ്ഷൻസ് കമാൻഡ് ലൈനിൽ ശ്രദ്ധിച്ചാൽ കാണാം. 3P, അതായത് 3 പോയിന്റ്, 2P, 2 പോയിന്റ്, TTR, ടാൻജന്റ് റേഡിയസ്. അങ്ങനെ 3 ഓപ്ഷൻസേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. എന്നാൽ കൂടുതലായിട്ട് നമുക്ക് ഐക്കണായിട്ട് അവിടെ കാണുന്നുണ്ട്. ഇനി ഒരു പോയിന്റ് പിക്ക് ചെയ്തു. പോയിന്റ് പിക്ക് ചെയ്തതിനു ശേഷം ഞാൻ ഒരു ഡയമെൻഷൻ കൊടുത്തു. ഏതെങ്കിലും ഒരു അളവ്, ഞാനൊരു 300 യൂണിറ്റ്സ് എന്ന് കൊടുക്കുന്നു. 300 യൂണിറ്റിൽ ഇപ്പോൾ ഒരു സർക്കിൾ വരഞ്ഞു. നമ്മളിപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും ഒക്കെ യൂണിറ്റ് എന്നാണ് പറയുന്നത്. സെന്റിമീറ്റർ എന്നോ മില്ലിമീറ്റർ എന്നോ അല്ല പറയുന്നത്. കാരണം നമ്മൾ എന്താണ് യൂണിറ്റ് എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അത് ഈ ഡ്രോ ടൂൾസ് ഏകദേശം കവർ ചെയ്തതിനു ശേഷം അതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മളത് മനസ്സിലാക്കുന്നതാണ്. അതായത് യൂണിറ്റ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ തൽക്കാലം യൂണിറ്റ്സ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത ഓപ്ഷൻ എടുക്കാം. സെന്റർ ഡയമീറ്റർ. റേഡിയസിന് പകരം ഡയമീറ്റർ എന്ന് പറയുന്നു എന്ന് മാത്രം. സെന്റർ ഡയമീറ്റർ എന്നെടുത്തു. ഏതെങ്കിലും ഒരു പോയിന്റ് പിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ആദ്യം 300 റേഡിയസിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡയമീറ്റർ ആണെങ്കിൽ അതിന്റെ ഡബിൾ ആണെങ്കിൽ 600 എന്ന് കൊടുത്താൽ 300 റേഡിയസിലുള്ള സർക്കിൾ കിട്ടും. 300 റേഡിയസിലാണ് നമ്മൾ മുമ്പ് വരുന്നത്. നമുക്ക് അതേ വലുപ്പത്തിലുള്ള ഒരു സർക്കിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ 600 എന്ന് കൊടുത്താൽ മതി. അതേ വലുപ്പത്തിലുള്ള ഒരു സർക്കിൾ വരും. ഇങ്ങനെ അതേ വലുപ്പത്തിൽ എന്ന് ഞാൻ ജസ്റ്റ് റേഡിയസും ഡയമീറ്ററും ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാണ്. ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് വരക്കാം. സെന്റർ ഡയമീറ്റർ ഇതാ, ഈ 498 എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു വരഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഒബ്ജക്ട് സ്നാപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമേ സാധിക്കുകയുള്ളൂ. ഒബ്ജക്ട് സ്നാപ്പ്, അതിന് OSnap എന്നും പറയും. അത് നമ്മൾ കമാൻഡ് ലൈനിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഒബ്ജക്ട് സ്നാപ്പ്, അതല്ലെങ്കിൽ OSnap. ചുരുക്കി OSnap എന്നടിക്കാം. OSnap, OSnap. കമാൻഡ് കൊടുക്കുന്നതോടുകൂടി ഒരു ഡയലോഗ് ബോക്സ് വന്നു. ഇവിടെ പല ടാബുകളും കാണാം. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ ഒബ്ജക്ട് സ്നാപ്പ് എന്ന് പറയുന്ന ടാബ് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം വിവരിക്കാൻ പോകുന്നത്. ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എൻഡ് പോയിന്റ്, മിഡ് പോയിന്റ്, സെന്റർ, ജിയോമെട്രിക് സെന്റർ, നോഡ്, ക്വാഡ്രന്റ്, ഇന്റർസെക്ഷൻ, എക്സ്റ്റൻഷൻ, ഇൻസർഷൻ, പെർപെൻഡിക്കുലർ, ടാൻജന്റ്, നിയറസ്റ്റ്, അപ്പാരന്റ്, പാരലൽ എന്നിങ്ങനെ ഓരോ ഓപ്ഷൻസ് കാണാം. ഇതിൽ ഇവിടെ ഇപ്പോൾ ചിലത് ടിക്ക് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ഇതിൽ ചിലത് ഓഫ് ആക്കുകയാണ്, ചിലത് മാത്രം നിലനിർത്തുകയാണ്. ഇന്റർസെക്ഷൻ അവിടെ നിൽക്കട്ടെ, നോഡ് ആവശ്യമില്ല, ജിയോമെട്രിക് സെന്റർ അവിടെ നിൽക്കട്ടെ, സെന്റർ, പിന്നെ അതിനുശേഷം മിഡ് പോയിന്റ്, പെർപെൻഡിക്കുലർ. ഇത്രയും ഞാനിപ്പോൾ ചെക്ക് ചെയ്തിരിക്കുന്നു. മറ്റുള്ളതെല്ലാം അൺചെക്ഡ് ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്, അതല്ലെങ്കിൽ ആർക്ക്, എന്ത് എൻഡിഐറ്റിയും ആയിക്കോട്ടെ, നമ്മൾ വരയ്ക്കുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൃത്യമായി നമ്മൾക്ക് ലൈൻ മുട്ടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് വരഞ്ഞു തുടങ്ങണമെങ്കിൽ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും 2 എൻഡിഐറ്റികൾ തമ്മിൽ ഒരു പ്രത്യേക പോയിന്റിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈ ഒബ്ജക്ട് സ്നാപ്പ് ആവശ്യമായി വരും.
വരും. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻഡ് പോയിന്റ്, അതായത് ഏതെങ്കിലും ഒരു എന്റിറ്റിയുടെ എൻഡ് പോയിന്റ്, ഒരു ലൈനിന്റെ എൻഡ് പോയിന്റ്. ഒരു ലൈനിന് രണ്ട് എൻഡ് പോയിന്റ് ഉണ്ടാവും, അപ്പുറം ഇപ്പുറം ഉണ്ടാവും. മിഡ് പോയിന്റ് ഒരു ലൈൻ ആണെങ്കിൽ ആ ലൈനിന്റെ മിഡ് പോയിന്റ്. സെന്റർ ഒരു സർക്കിളിന്റെ സെന്റർ. ജിയോമെട്രിക് സെന്റർ. ജിയോമെട്രിക് സെന്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റെക്ടാംഗിൾ ആണെങ്കിൽ, സർക്കിൾ ആണെങ്കിൽ ആയിക്കോട്ടെ, മറ്റെന്ത് ഷേപ്പും ആയിക്കോട്ടെ, അതിനൊരു ജിയോമെട്രിക് സെന്റർ ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു റെക്ടാംഗിളിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് അതിന്റെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്തുകൊണ്ടുള്ള ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് അതിന്റെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ അതിന്റെ ആ രണ്ട് ലൈനും ഇന്റർസെക്ട് ആയി വരുന്ന ഭാഗമാണ് ഈ ജിയോമെട്രിക് സെന്റർ എന്ന് പറയുന്നത്. നമുക്ക് ജിയോമെട്രിക് സെന്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതും ചെക്ക് ചെയ്യാം. ഇനി ക്വാഡ്രന്റ് എന്ന് പറയുന്ന ഒരു സർക്കിളിൽ ഓർത്തഗണലായി നമുക്ക് കിട്ടുന്ന 4 പോയിന്റുകളാണ്. അതായത് ഒരു സർക്കിളിനെ സെമി സർക്കിളായോ ക്വാർട്ടർ സർക്കിളായോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള 4 പോയിന്റ്, അതായത് XY ആക്സിസിലും ഉള്ള 4 പോയിന്റുകൾ. ഇത് നമ്മൾ കമാൻഡ് ലൈനിൽ OSnap എന്ന് കൊടുത്തപ്പോഴാണ് കിട്ടിയത്. ഇനി ഞാൻ ഇവിടെ ഇത് ഓക്കെ അടിക്കുകയാണ്, കാരണം നമുക്ക് ഈ പോയിന്റ്സ് ആവശ്യമുണ്ട്. ഓക്കെ, അതേ സെറ്റിംഗ് ഓക്കെ അടിച്ചുകൊണ്ട് ഞാൻ സേവ് ചെയ്തു. ഇനി ഇതേ ഓപ്ഷൻ തന്നെ നമ്മൾക്ക് താഴെ ഈ കാണുന്ന സ്റ്റാറ്റസ് ബാറിൽ കിട്ടുന്നുണ്ട്. ടോഗിൾ ചെയ്യുന്ന സ്വിച്ച് ആയിട്ട് ഇതിപ്പോൾ ബ്ലൂ ആയിട്ടാണ് ഇരിക്കുന്നത്, കാരണം നമ്മൾ ആദ്യം കമാൻഡ് ലൈനിൽ OSnap കമാൻഡ് കൊടുത്ത് ഒബ്ജക്ട് സ്നാപ്പ് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ബ്ലൂ ആയി വന്നത്. ഇത് നമ്മൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്ട് സ്നാപ്പ് ലഭിക്കില്ല. വീണ്ടും ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത എല്ലാ പോയിന്റ്സും ഇവിടെ ചെക്ക്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ആവശ്യമില്ലാത്ത നമുക്ക് ക്ലോസ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പെർപെൻഡിക്കുലർ ക്ലോസ് ചെയ്തു, വീണ്ടും ഞാൻ ഓൺ ആക്കി. ഇനി നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം അതിൽ ലഭ്യമാണ്. അതെങ്ങനെ ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സർക്കിളിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകണം. സർക്കിളിൽ നമ്മൾ 2 ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 പോയിന്റ് ആണ്. 2 പോയിന്റ് എങ്ങനെയാണ് വരക്കുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് 2 പോയിന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ലൈൻ കമാൻഡ് കൊടുത്തു, ഒരു ലൈൻ വരഞ്ഞു. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ഒന്നും ഇല്ലാതെ വെറുതെ ഒരു ലൈൻ വരഞ്ഞു. വീണ്ടും അതേമാതിരി തന്നെ മറ്റൊരു ലൈൻ കൂടെ വരഞ്ഞു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 പോയിന്റ് ഉണ്ട്. ഈ 2 പോയിന്റ് ഞാനിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഈ പോയിന്റിൽ നിന്ന് ക്ലിക്ക് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഉദാഹരണത്തിന് മറ്റൊരു ലൈൻ കൂടെ വരയ്ക്കുകയാണ്. ഒരു ലൈൻ വരക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒബ്ജക്ട് സ്നാപ്പ് തൽക്കാലം ടോഗിൾ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ലൈൻ കമാൻഡ് കൊടുത്തു. ഇത് കണ്ടോ, എനിക്ക് ആ പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ സാധിക്കായികയല്ല. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഞാൻ വരഞ്ഞു. ഇനി ഞാൻ ആ പോയിന്റ് സൂം ചെയ്യുകയാണ്. ആ ഏരിയ, ആ 2 ഇന്റർസെക്ഷൻ വരേണ്ട ഏരിയ ഞാൻ സൂം ചെയ്യുകയാണ്. സൂം ചെയ്യാൻ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ മൗസിന്റെ സ്ക്രോൾ ബട്ടൺ മുന്നോട്ട് നീക്കിയാൽ സൂം ഇൻ ആവും, പിറകോട്ട് നീക്കിയാൽ സൂം ഔട്ട് ആവും. ആ ഒരു കമാൻഡ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാം. അതിനുശേഷം സൂമിനെ കുറിച്ച് നമുക്ക് വിശദമായി പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഞാൻ സ്ക്രോൾ ബട്ടൺ മുന്നോട്ട് സ്ക്രോൾ ചെയ്തപ്പോൾ അത് സൂം ഇൻ ആയി. നമ്മൾ വളരെ അടുത്ത് വരഞ്ഞതാണ് മുമ്പ്, പക്ഷെ ഇപ്പോൾ നമ്മൾ രണ്ടാമത് വരഞ്ഞ ലൈൻ എത്ര ദൂരെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം. ഞാൻ ഇറേസ് കമാൻഡ് കൊടുത്ത്, ശ്രദ്ധിക്കുക, ഇറേസ് കമാൻഡ് കൊടുക്കുന്നതിന് ഞാൻ ഇത് ടൈപ്പ് ചെയ്തു. ഇറേസ് ഇതാ താഴെ വന്നു കഴിഞ്ഞു. ഇറേസ് അടിച്ചു, ഈ ലൈനിൽ ചെയ്തു. അത് കണ്ട് ഇൻറ്റു മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആ ഇൻറ്റു മാർക്ക് വന്നു. മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതോടുകൂടി അത് പോയി. വീണ്ടും ഞാൻ ലൈൻ കമാൻഡ് കൊടുത്ത് അവിടെ ഇപ്പൊ നമ്മൾ ഒരുപാട് സൂം ചെയ്ത് വളരെ അടുത്ത് കൊണ്ടുവന്നതിന് ശേഷം വരക്കുകയാണ്. ഇതാ ഞാൻ വീണ്ടും വരഞ്ഞു, എന്റർ അടിച്ചു. വീണ്ടും ഈ ഭാഗം സൂം ചെയ്ത് നോക്കുകയാണ്. മൗസിന്റെ സ്ക്രോൾ മുന്നോട്ട് തള്ളിയപ്പോൾ സൂം ഇൻ ആയി വന്നു. കണ്ടോ, അത് സാധിക്കുന്നില്ല. ഇനി എത്ര നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചാലും അത് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒബ്ജക്ട് സ്നാപ്പ് സബ് കമാൻഡ് ഉപയോഗിക്കുന്നത്. ഞാൻ വീണ്ടും നമ്മൾ ഏകദേശം പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. ഓക്കെ, ഇനി ഒബ്ജക്ട് സ്നാപ്പിന്റെ ടോഗിൾ സ്വിച്ച് ഞാൻ ഓൺ ആക്കുകയാണ്. ഓൺ ചെയ്തു. ഇവിടെ നമ്മൾ മുമ്പ് കണ്ടത് എല്ലാം ഓൺ ആണ്. ഓക്കെ, രണ്ടാമത്തെ സർക്കിൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞു. ക്ഷമിക്കണം, മൂന്നാമത്തെ സർക്കിൾ കമാൻഡ്. 2 ക്വാഡ്രന്റ് പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സർക്കിൾ. 2 പോയിന്റ്, ക്വാഡ്രന്റ് പോയിന്റ് അല്ല, ഏതെങ്കിലും 2 പോയിന്റ്. 2 പോയിന്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുന്ന സർക്കിൾ. ഓക്കെ, ഞാനത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇതാ ഇവിടെ എൻഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് പെർപെൻഡിക്കുലറും വന്നു. ഇങ്ങനെ നമുക്ക് അഥവാ പെർപെൻഡിക്കുലർ ആണ് കിട്ടുന്നത്, നമുക്ക് വേണ്ടത് എൻ പോയിന്റ് ആണ് കിട്ടേണ്ടത്. ഇതാണ് എൻ പോയിന്റിന്റെ, അവിടെ കണ്ടില്ലേ, എൻ പോയിന്റിന്റെ സൈൻ ഇതാണ്, ഒരു സ്ക്വയർ.
എന്നാൽ ചിലപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ എന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ആണ് അവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടുന്ന ഒരു ലൈനാണ്. എന്നാൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കീബോർഡിന്റെ ടാബ് ബട്ടൺ പ്രസ് ചെയ്യുക. ടാബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഓരോ ഓബ്ജക്ട്സിനാപ്പും മാറി മാറി കിട്ടും. ഇതാ ഇപ്പോൾ എൻഡ് പോയിന്റ്, നമുക്ക് ആവശ്യമുള്ള എൻഡ് പോയിന്റ് കിട്ടി. ഞാൻ അവിടെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, രണ്ട് പോയിന്റിൽ, സർക്കിളിന്റെ രണ്ട് പോയിന്റിൽ ഒരു പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അടുത്തത് ഇവിടെ വന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ആ രണ്ട് പോയിന്റും ജോയിൻ ചെയ്തുകൊണ്ടുള്ള സർക്കിൾ വരഞ്ഞു. ഞാൻ ഇത് വീണ്ടും ഈ ഇറേസിന് ഈ ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ ചെയ്തു. ഇത് ഇറേസ് ചെയ്തു. അടുത്തതായി വീണ്ടും സർക്കിളിന്റെ 3 പോയിന്റ് വെച്ചുകൊണ്ടുള്ള സർക്കിൾ വരയ്ക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിന് നമുക്ക് ഒരു പോയിന്റ് കൂടെ കിട്ടണം. വീണ്ടും ഒരു ലൈൻ കൂടെ വരയ്ക്കുകയാണ്. ലൈൻ കമാൻഡ് കൊടുത്തു, എൻ്റർ ചെയ്തു, ഒരു ലൈൻ കൂടെ വരഞ്ഞു. ഇനി ഈ 3 ലൈൻ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഏത് പോയിന്റ് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം, ഒരു ഓർഡർ ഒന്നുമില്ല. ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഈ ലൈനിന്റെ 3 എൻഡ് പോയിന്റും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരഞ്ഞു. സർക്കിളിൽ ഇനി ബാക്കിയുള്ള 2 ഓപ്ഷൻസ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് സെലക്ഷൻ മെത്തേഡ് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാം. തൊട്ട് മുമ്പ് നമ്മൾ ഇറേസ് കമാൻഡ് കൊടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മൾ ഓരോ എൻറ്റിറ്റിയും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് പിക്ക് ചെയ്തത്. എന്നാൽ അതിന് പകരം മൊത്തമായി പിക്ക് ചെയ്യുന്നതിനുള്ള മാർഗം എന്താണെന്ന് നോക്കാം. ഇത് സെലക്ഷൻ മെത്തേഡാണ്, നിങ്ങളൊന്നും മനസ്സിലാക്കി. ഇനി ക്രോസ്, വിൻഡോസ് എന്നീ 2 രീതികളാണ് ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു 3-4 എൻറ്റിറ്റികൾ ഉദാഹരണത്തിനായി വരയ്ക്കാം. ഞാൻ സർക്കിൾ കമാൻഡ് എടുത്തു. ഇതിൽ നിന്നും ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തത് സെന്റർ റേഡിയസ് എന്നുള്ളതാണ്. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരു സർക്കിൾ വരഞ്ഞു. വീണ്ടും അടുത്ത സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഇനിയും എനിക്ക് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കമാൻഡ് ലൈനിലോ ഡൈനാമിക് ഇൻപുട്ട് മോഡിൽ കമാൻഡ് കൊടുക്കുകയോ വേണ്ട. ജസ്റ്റ് എൻ്റർ അടിക്കുക, അതല്ലെങ്കിൽ മൗസിന്റെ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുക. മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ താഴെ വന്നു സർക്കിൾ സ്പെസിഫൈ സെന്റർ പോയിന്റ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ വീണ്ടും ഒരു പോയിന്റ് എടുത്തു, വരഞ്ഞു. ഇനി വീണ്ടും ഞാൻ സർക്കിൾ ഡൈനാമിക് ഇൻപുട്ടായി കൊടുക്കുകയാണ്. സി എന്നടിച്ചോടുകൂടി സർക്കിൾ കോപ്പി എന്നൊക്കെ പറഞ്ഞ് കമാൻഡ് വന്നതായി സർക്കിൾ ഇവിടെ കിട്ടി. ഞാൻ അത് പിക്ക് ചെയ്തതിനു ശേഷം ഒരു പോയിന്റ് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എടുത്തു. വീണ്ടും മറ്റൊരു പോയിന്റ് പിക്ക് ചെയ്തു, സർക്കിൾ വരഞ്ഞു. ഇനി ഒരു ലൈൻ വരയ്ക്കാം. ലൈൻ വരയ്ക്കാൻ ഞാൻ വീണ്ടും ഡൈനാമിക് ഇൻപുട്ട് ഉപയോഗിച്ചു. ലൈൻ കമാൻഡ് ഇവിടെ കിട്ടി, ഒരു ലൈൻ വരഞ്ഞു. എൻ്റർ അടിച്ച് ടെർമിനേറ്റ് ചെയ്തു. ഇനി ഒരു ലൈൻ കൂടെ കൊടുത്തു, വീണ്ടും ഒരു ലൈൻ വരഞ്ഞു. ഇനി നമുക്ക് ഇറേസ് കമാൻഡ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്നടിച്ച് ഡൈനാമിക് ഇൻപുട്ടായി ഇവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം മുമ്പത്തെ പോലെ ഓരോന്ന് വേറെ ലെഫ്റ്റ് മൗസ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്തു. അപ്പോൾ അത് മൊത്തം ഇറേസ് ആയി. പക്ഷെ അത് ഓരോന്ന് പിക്ക് ചെയ്യേണ്ടി വന്നു നമുക്കത് മൊത്തം ഇറേസ് ചെയ്യുന്നതിന് വേണ്ടി. ഞാൻ വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇവിടെ ക്വിക്ക് ബാറിൽ നിന്ന് അൺഡു സെലക്ട് ചെയ്തു. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് പകരം ഡൈനാമിക് ഇൻപുട്ടിൽ യു എന്ന് പ്രസ് ചെയ്താൽ ഇതാ യു എന്ന് പറഞ്ഞാൽ അൺഡു ആണ്. അതിനുശേഷം ഇവിടെ അൺഡു എന്ന് ഇങ്ങനെയും കാണാം. ആരോ കണ്ടില്ലേ? യു എന്ന് പ്രസ് ചെയ്താലും അൺഡു കിട്ടും. അൺഡു എന്ന് മൊത്തമായി ടൈപ്പ് ചെയ്താലും അൺഡു കിട്ടും. ഇതുമല്ലെങ്കിൽ കമാൻഡ് ലൈനിൽ പോയി അവിടെയും ടൈപ്പ് ചെയ്യാം. ഇതെല്ലാം ഇത്രയും അധികം ഓപ്ഷൻസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ചിലർക്ക് കമാൻഡ് ലൈനിൽ കൊടുക്കുന്നതായിരിക്കും താല്പര്യം, മറ്റു ചിലർക്ക് ഡൈനാമിക് ഇൻപുട്ട് ചെയ്യുന്നതായിരിക്കും താല്പര്യം. അതുമല്ലെങ്കിൽ മറ്റു ചിലർക്ക് റിബണിൽ നിന്ന് ഐക്കൺ സെലക്ട് ചെയ്ത് കമാൻഡ് കൊടുക്കുന്നതായിരിക്കും താല്പര്യം. ഞാൻ ഇനി ഇറേസ് എന്ന കമാൻഡ് വീണ്ടും കൊടുക്കുകയാണ്. എന്ന് അടിച്ചു, ഇറേസ് കമാൻഡ് വന്നു. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നതിന് ഓരോന്ന് പിക്ക് ചെയ്യുന്നതിന് പകരം ഞാൻ ഇവിടെ ഒരു പോയിന്റ് പിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് കണ്ടോ, ഈ ലൈൻ ഡിമ്മായി, അതായത് അത് സെലക്ട് ചെയ്യപ്പെട്ടു എന്നാണ് അർത്ഥം. ജസ്റ്റ് ആ ഏതെങ്കിലും ഒരു എൻറ്റിറ്റിയിൽ ടച്ച് ചെയ്താൽ മതി, അത് മൊത്തമായി അത് പിക്ക് ചെയ്യും. ആ ഒരു എൻറ്റിറ്റി മൊത്തമായി അത് പിക്ക് ചെയ്യും. വീണ്ടും ഞാൻ ഇങ്ങോട്ട് വന്നു, ഇത് പിക്ക് ചെയ്തു. ഇപ്പോൾ ഈ 3 സെലക്ട് ചെയ്തു. സെലക്ഷൻ നോക്കുക, ഒരു ഡോട്ടഡ് ലൈൻ പോലെ ഒരു റെക്ടാങ്കുലർ ഫെൻസ് വന്നിട്ടുണ്ട്. അതിനകം മുഴുവൻ ഗ്രീൻ ട്രാൻസ്പാരന്റ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ എത്തി, ഇൻറ്റു മാർക്ക് കാണാം, ഡിലീറ്റ് എന്നുള്ളതിന്റെ സൂചനയാണ്. ഞാൻ ഇവിടെ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എന്താ സംഭവിക്കുക, ഈ ഡിം ആയിട്ടുള്ള 3 എൻറ്റിറ്റിയും
സെലക്ട് ചെയ്യപ്പെടും. അതിനുശേഷം എൻ്റർ ചെയ്യുന്നതോടുകൂടി അത് 3 മാത്രം മാഞ്ഞുപോയി. പക്ഷെ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു എൻറ്റിറ്റി ഇറേസ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിന്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. അത് മൊത്തമായി നമ്മൾ കവർ ചെയ്തിട്ടില്ല, അതിന്റെ ഒരു ഭാഗം മാത്രം ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ വീണ്ടും യു എന്ന ഡൈനാമിക് ഇൻപുട്ട് കൊടുത്ത് അൺഡു ചെയ്തു. ഇനി വീണ്ടും ഞാൻ ഇറേസ് കമാൻഡ് കൊടുക്കുന്നു. കൊടുത്ത ശേഷം നേരെ തിരിച്ച് റൈറ്റ് കോർണറിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതിന് പകരം ഞാനിവിടെ ലെഫ്റ്റ് കോർണറിൽ നിന്ന് റൈറ്റ് കോർണറിലേക്ക് പോവുകയാണ്. ഇതിൽ ഞാൻ ഏതെല്ലാം മൊത്തമായി കവർ ചെയ്തോ അത് മാത്രമേ ഡിം ആവുന്നുള്ളൂ. കണ്ടില്ലേ, ഈ ലൈൻ ഡിമ്മായി, സർക്കിൾ ഡിമ്മായി. എന്നാൽ ഈ സർക്കിളിൽ ടച്ച് ആയിട്ടുണ്ട്, എന്നാൽ അത് ഡിം ആവുന്നില്ല, അത് സെലക്ട് ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ സൂചന. ഞാൻ വീണ്ടും ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. ഇതാ, ഇപ്പോൾ ഇത് എല്ലാ ലൈനിലും ടച്ച് ആയിട്ടുണ്ട്. 2 മൊത്തമായി കവർ ചെയ്തിട്ടുണ്ട്, എന്നാൽ 3 മൊത്തമായി എൻക്ലോസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഡിം ആയിട്ടുള്ള 2 പൂർണ്ണമായി സെലക്ട് ചെയ്തു, എന്നാൽ മറ്റുള്ള 3 എൻറ്റൈറ്റിയിലും ഈ വിൻഡോ, ഇതിന് വിൻഡോ എന്നാണ് പറയുക. ഇതിൽ നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കുക. മറ്റേത് ഡോട്ടർ ലൈനിലായിരുന്നു, ക്രോസ് ചെയ്തപ്പോൾ ഡോട്ടർ ലൈനിലായിരുന്നു ഈ റെക്ടാംഗിൾ വന്നിരുന്നത്. അതിനകത്തെ കളർ ട്രാൻസ്പെറന്റ് ഗ്രീൻ ആയിരുന്നു. ഇപ്പോൾ ഇത് വിൻഡോ ആണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അത് മൊത്തമായി എൻക്ലോസ് ചെയ്യപ്പെട്ട എൻറ്റൈറ്റീസ് മാത്രം ഡിമ്മായി, മറ്റുള്ളത് ബ്രൈറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ആ ബ്രൈറ്റ് ആയിട്ട് നിലനിൽക്കുന്നവ മാഞ്ഞു പോകില്ല, ഡിമ്മായവ മാഞ്ഞു പോകും. ഞാൻ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം എൻ്റർ ചെയ്തു. ആ വിൻഡോ എൻക്ലോസ് ചെയ്ത ഏരിയയിലുള്ള എൻറ്റൈറ്റീസ് എല്ലാം മാഞ്ഞുപോയി. ഞാൻ വീണ്ടും അൺഡു അടിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ക്രോസ് സെലക്ഷനും വിൻഡോ സെലക്ഷനും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ആവശ്യമാണ്. ഈ എൻറ്റൈറ്റീസ് എല്ലാം ഇറേസ് ചെയ്യുക. ഇറേസ് കമാൻഡ് കൊടുത്തു. ഞാൻ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ക്രോസ് സെലക്ഷൻ കിട്ടി, എൻ്റർ ചെയ്തു, എല്ലാം ഡിമ്മായി, എൻ്റർ അടിച്ചു, മാഞ്ഞുപോയി. വീണ്ടും ഞാനൊരു ലൈൻ ഇവിടെ വരക്കട്ടെ. ഇതാ, ഇങ്ങനെ 2 ലൈൻ വരഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും സർക്കിൾ കമാൻഡിലേക്ക് പോകാം. റിബണിൽ നിന്ന് സർക്കിൾ എടുത്തു. സർക്കിൾ എടുത്തതിന് ശേഷം ടാൻജന്റ് റേഡിയസ് എന്ന ഓപ്ഷൻ എടുത്തു. അത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഒരു പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, മറ്റൊരു പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മളോട് റേഡിയസ് ചോദിക്കും. എന്നാൽ ശ്രദ്ധിക്കുക, നമ്മൾ എവിടെയാണോ പിക്ക് ചെയ്തത് അവിടെയല്ല വരുന്നത്. നമ്മൾ 300 യൂണിറ്റ് റേഡിയസിൽ വരക്കുന്ന സർക്കിൾ കൺവെർജ് ആയി പോകുന്ന ഈ 2 ലൈനിന്റെ ഏത് ഭാഗത്താണോ ടാൻജന്റ് ആയി വരാൻ സാധ്യതയുള്ളത് അവിടെയാണ് ഇത് വരക്കപ്പെടുക. സർക്കിളിലെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായി നമ്മൾ കാണുന്നത് 3 ടാൻജന്റുകൾ ജോയിൻ ചെയ്ത് വരക്കുന്ന ഒരു സർക്കിളാണ്. അതിന് ഞാൻ ഇങ്ങനെ 3 ലൈൻ വരഞ്ഞു. ഇനി സർക്കിളിൽ നിന്ന് ടാൻജന്റ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ഈ ലൈനിൽ ടാൻജന്റ് പോയിന്റ്, ഈ ലൈൻ ക്ലിക്ക് ചെയ്തു, രണ്ടാമത്തെ ലൈൻ ക്ലിക്ക് ചെയ്തു. ടാൻജന്റ് പോയിന്റ് അത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഈ ലൈനും ക്ലിക്ക് ചെയ്തു. കണ്ടില്ലേ, ഈ 3 ലൈനും ടച്ച് ചെയ്തുകൊണ്ട് 3 ലൈനിലേക്കും ടാൻജന്റ് ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരുന്നു. ഇതാണ് സർക്കിളിലെ ഏറ്റവും അവസാനമായിട്ട് കാണുന്ന ഓപ്ഷൻ. ഞാൻ ഇറേസ് കമാൻഡ് കൊടുത്തു. അതിനുശേഷം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കർസർ മൂവ് ചെയ്തപ്പോൾ ക്രോസ് സെലക്ഷൻ കിട്ടി. ഇത് മൊത്തമായി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ക്രോസ് ആണ്. ജസ്റ്റ് എല്ലാ എൻറ്റൈറ്റികളെയും ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഈ ക്രോസ് എൻ്റർ അടിച്ചു. ഇത് മാഞ്ഞുപോയി. ഇപ്പോൾ നമ്മൾ സർക്കിളിനെ പറ്റി ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർക്കിനെ പറ്റിയാണ്. 3ാമത്തെ വീഡിയോയിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.